ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നുന്ന അത്രയും ടേസ്റ്റിൽ ഒരു കിഡിലൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് മൈദപ്പൊടിയും ഗോതമ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള ഒരു മാവ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇവിടെ ഒരേ അളവിലാണ് കേട്ടോ രണ്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാത്രം അല്ലെങ്കിൽ ഗോതമ്പൊടി മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാം, പ്രശ്നമൊന്നുമില്ല. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്ന രീതിയിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഫസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഈസിയിൽ ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലേക്കുള്ള ഒരു ചെറിയ ഫില്ലിംഗ് ഉണ്ടോ, നമ്മൾ ഈ ചിക്കനോ ബീഫോ ഒന്നും യൂസ് ചെയ്യാതെ ചെയ്തെടുക്കുന്ന ഒരു ഫില്ലിംഗ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരു സവാള കേട്ടോ, അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലപോലെ വാടി കിട്ടും. അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ. ഏകദേശം നല്ല ചെറിയ പീസായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൽ തന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചിക്കനും ബീഫൊന്നും ഇല്ലാത്തത് അറിയാനല്ല കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമ്മൾ ചപ്പാത്തിൻ്റെ ബോൾസിനേക്കാളും അത്യാവശ്യം വലിയൊരു ബോൾ തന്നെ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പം എന്നിട്ട് ഞാനിവിടെ ചെറിയൊരു കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് സൈഡിലുള്ളതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൽ ഓരോന്നിലേക്കും ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ അതിൽ നിന്നൊരു ഒന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റൗണ്ടിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ പ്രസ്സായിട്ടുണ്ടാവും. എങ്കിലും നല്ലപോലെ ഒന്ന് പ്രസ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. നമ്മളിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കോൺഫ്ലെക്സ് ആണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു മുട്ടയുടെ മിക്സിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കോൺഫ്ലെക്സിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ കേട്ടോ ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഓവർ ടൈമൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമ്മളൊരു പൂരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുന്ന ഒരു സമയം മാത്രം മതിയാവും. ഓവർ കളറ് ചേഞ്ച് ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു.